എന്തു പറയാനാണ്, യൂറോപ്പിന്റെ രാജാക്കന്മാരായിപ്പോയില്ലേ. ഇത്തിഹാദിലും സിറ്റിയെ തളച്ചിട്ടിരിക്കുകയാണ് അർബലാവയുടെ റയൽ മാഡ്രിഡ്. ആദ്യ മിനിറ്റുകളിൽ ഗോൾ നേടാൻ സാധിച്ചാൽ മത്സരം തങ്ങളുടെ വരുതിയിലാക്കാമെന്ന് പറഞ്ഞ ബെർണാഡോ സിൽവക്ക് ക്ലോക്കിൽ 20 മിനിറ്റ് തികഞ്ഞപ്പോഴേക്കും റെഡ് കാർഡ് കണ്ട് കളം വിടേണ്ടി വന്നു. എണ്ണമറ്റ സുവർണാവസരങ്ങളാണ് വിനീഷ്യസ് ജൂനിയറിനെ തേടിയെത്തിയത്. അതിൽ ഗോളാക്കി മാറ്റാൻ സാധിച്ചത് 2 എണ്ണം. എന്തുകൊണ്ടും വളരെ ആവേശകരമായിരുന്ന ഒരു മത്സരത്തിനാണ് ഇത്തിഹാദിൽ കളമൊരുങ്ങിയത്. മത്സരത്തിന് കിക്ക് ഓഫായി 53-ാം സെക്കൻഡിൽ തന്നെ വാൽവർദക്ക് ലഭിച്ചത് മികച്ചൊരു അവസരമായിരുന്നു. എന്നാൽ ലക്ഷ്യം കാണുന്നതിൽ അദ്ദേഹത്തിന് പിഴച്ചുപോയി. ആദ്യ പകുതിയിൽ സിറ്റിയുടെ നീക്കങ്ങൾ ഒരു തിരിച്ചുവരവിൻ്റെ സിഗ്നൽ നൽകിയതാണ്. എന്നാൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് 22-ാം മിനിറ്റിലായിരുന്നു. മൈതാന മധ്യത്ത് നിന്ന് പന്ത് സ്വീകരിച്ച് കുതിച്ച വിനീഷ്യസ് ജൂനിയർ സിറ്റി ഗോൾ വല ലക്ഷ്യമാക്കി ഒരു മിസൈൽ തൊടുത്തു. പക്ഷേ ക്രോസ് ബാർ വില്ലനായെത്തിയപ്പോൾ പന്ത് തട്ടിത്തെറിക്കുകയായിരുന്നു. പിന്നാലെ ഗോൾ കീപ്പർ ഡൊണ്ണാർമയുടെ ശരീരത്തിൽ സ്പർശനമേറ്റ പന്ത് സഹതാരം വിനീഷ്യസിന് നേരെ പാസ് നീട്ടുന്നു. വിനി തൊടുത്ത രണ്ടാമത്തെ ഷോട്ട് തടയാൻ ശ്രമിച്ച സിറ്റി ക്യാപ്റ്റൻ ബെർണാഡോ സിൽവയുടെ കൈകളിൽ പന്ത് തട്ടിയതോടെ തുടക്കത്തിൽ തന്നെ തിരിച്ചുവരവ് ആഗ്രഹിച്ചു വന്ന സിറ്റിക്ക് തിരിച്ചടി കിട്ടി. വാർ പരിശോധനയ്ക്ക് പിന്നാലെ സിൽവക്ക് ചുവപ്പ് കാർഡും. പെപ്പിനും സംഘത്തിനും ഒരിടുത്തി പോലെ മത്സരത്തിന്റെ 22-ാം മിനിറ്റിൽ തന്നെ 10 പേരായി ചുരുങ്ങേണ്ടി വന്നു. ലഭിച്ച പെനാൽറ്റിയാകട്ടെ ഡൊണ്ണാറുമയെ ദിശ തെറ്റിച്ചുകൊണ്ട് വലയുടെ വലത് മൂലയിലേക്ക് വിനി അനായാസം എത്തിച്ചപ്പോൾ ഇത്തിഹാദിൽ ഒരു തരം നിശബ്ദത പടർന്നു. നൗ സിറ്റി നിൽ റയൽ മാഡ്രിഡ് 1. അഗ്രഗേറ്റിൽ 4 ഗോളിന്റെ ബലവുമായി റയൽ മാഡ്രിഡ് ഒരു കൊലച്ചിരി പാസാക്കുകയാണ്. മറുഭാഗത്ത് സിറ്റിയാകട്ടെ 26-ാം മിനിറ്റിൽ ഹാലൻഡിലൂടെ ലീഡ് വെട്ടിച്ചുരുക്കാൻ തുനിഞ്ഞിറങ്ങി. ഷോട്ട് ഗോൾ വല ലക്ഷ്യമാക്കി പാഞ്ഞെങ്കിലും കോർട്ടുവ എന്ന മതിലിനെ ഭേദിക്കാൻ അതിനായില്ലായിരുന്നു. ചൗമേനി നൽകിയ പന്തുമായി ബ്രഹീം ഡയസ് നടത്തിയ മുന്നേറ്റം സിറ്റി ആരാധകരിൽ വീണ്ടും ദുരന്തമായി മാറി. സിറ്റി പ്രതിരോധത്തെ കബളിപ്പിച്ച് മുന്നേറിയ ഡയസിന്റെ ഷോട്ട് തടയാനാവാതെ ഡൊണ്ണാറുമ പകച്ചു നിന്നെങ്കിലും ഭാഗ്യമെന്നോണം പന്ത് ഡൊണ്ണാറുമയുടെ ശരീരത്തിൽ തട്ടി ഗോൾ ലൈനിന് മുന്നിൽ തുലാതുലനമായി നിന്നു. ഒടുവിൽ ഡൊണ്ണാറുമ പന്ത് കൈപ്പിടിയിൽ ഒതുക്കിയതോടെ ഒരു വലിയ അപകടമാണ് അവിടെ ഒഴിവായത്. ആദ്യ പകുതി അവസാനിക്കാൻ 4 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ സിറ്റിക്ക് അനുകൂലമായി ലഭിച്ച കോർണർ കളിയിലെ നിർണായക വഴിത്തിരിവായി. സിറ്റി എടുത്ത ഷോട്ട് കോർണർ നൗറിയിലേക്ക്. നൗറി നൽകിയ പന്ത് ഡോക്ക് സ്വീകരിച്ച് ബോക്സിലേക്ക്. അവിടെ ഗോൾ പോച്ചറായി നിലയുറപ്പിച്ച ഹെർലിംഗ് ഹാലൻഡ് തന്റെ റോൾ മനോഹരമായി ചെയ്തു. മത്സരത്തിന്റെ 62-ാം മിനിറ്റിൽ സിറ്റി ആരാധകർ ഗോളെന്നുറപ്പിച്ച ആഘോഷം തുടങ്ങിയതായിരുന്നു. റയാൻ ചെർക്കിയുടെ അതിമനോഹരമായൊരു ത്രൂ പാസ് സ്വീകരിച്ച് നൗറി വല കുലുക്കിയെങ്കിലും റഫറിയുടെ ഓഫ്സൈഡ് ഫ്ലാഗ് ആ ആഘോഷങ്ങളെ തടഞ്ഞു. 68-ാം മിനിറ്റിൽ ബ്രഹീം ഡയസിനെ പിൻവലിച്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പ കളത്തിലിറങ്ങിയതോടെ റയലിന്റെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടി. എന്നാൽ 81-ാം മിനിറ്റിൽ എംബാപ്പയ്ക്ക് ലഭിച്ച സുവർണാവസരം സിറ്റി പ്രതിരോധം വിഫലമാക്കി. തൊട്ടു പിന്നാലെ വിനീഷ്യസ് ജൂനിയറിന് ഗോൾ കീപ്പർ ഡൊണ്ണാറുമയെ മാത്രം മുന്നിൽ നിൽക്കെ ലഭിച്ച പന്ത് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല. പിന്നാലെ ഫെഡറിക്കോ വാൽവർദെ വല കുലുക്കിയെങ്കിലും അതും ഓഫ്സൈഡ് വിധിയിൽ കലാശിച്ചു. മത്സരം 90 മിനിറ്റ് പിന്നിടുമ്പോൾ ക്യാമറ കണ്ണുകൾ മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗാർഡിയോളയുടെ മുഖത്തേക്ക് തിരിയുന്നുണ്ട്. 10 പേരായി ചുരുങ്ങിയ സിറ്റി നിരയുടെ തോൽവിയുടെ നിരാശ ആ മുഖത്ത് വ്യക്തമായി നിഴലിച്ചിരുന്നു. എന്നാൽ ഇഞ്ചുറി ടൈമിൽ റയൽ വീണ്ടും ആഞ്ഞടിച്ചു. ചൗമേനിയുടെ കൃത്യതയാർന്ന ക്രോസിൽ കാൽവെച്ച് വിനീഷ്യസ് ജൂനിയർ ഒരിക്കൽ കൂടി സിറ്റിയുടെ വല കുലുക്കി. ഇതോടെ 5-1 എന്ന വമ്പൻ അഗ്രഗേറ്റ് ലീഡുമായി റയൽ മാഡ്രിഡ് വിജയാരവം മുഴക്കുകയാണ്. കഴിഞ്ഞ 15 സീസണുകളിൽ ഇത് 13-ാം തവണയാണ് റയൽ മാഡ്രിഡ് ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നത്. ഇതിൽ 12 തവണ അവർ സെമിയിൽ പ്രവേശിക്കുകയും 6 തവണ കിരീടം നേടുകയും ചെയ്തു എന്നതാണ് മാഡ്രിഡിന്റെ യൂറോപ്യൻ ആധിപത്യം വ്യക്തമാക്കുന്നത്. 2022 മാഡ്രിഡ് ജേതാക്കളായപ്പോൾ 2023 സിറ്റി UCL കിരീടമുയർത്തി. തൊട്ടടുത്ത വർഷം 2024 മാഡ്രിഡ് വീണ്ടും ചാമ്പ്യന്മാരായി. ഈ വർഷങ്ങളിൽ സിറ്റി മാഡ്രിഡ് പോരാട്ടങ്ങളിലെ വിജയികളിലാണ് കിരീടം ചൂടിയതെന്നതും ഇത്തവണത്തെ റയലിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. സീസണിന്റെ തുടക്കത്തിൽ സാബി അലോൻസോയുടെ കീഴിൽ പതറിയ റയൽ മാഡ്രിഡ് ഇന്ന് അർബലാവയുടെ ലളിതവും എന്നാൽ ഫലപ്രദവുമായ ശൈലിയിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. പരിക്കിൽ നിന്ന് മടങ്ങിയെത്തിയ റോഡ്രി ഇന്ന് സിറ്റിക്കായി മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പൊസിഷൻ നിലനിർത്തുന്നതിലും ആക്രമണങ്ങൾ നയിക്കുന്നതിലും അദ്ദേഹം മികച്ചു നിന്നു.
എങ്കിലും അവസരങ്ങൾ പാഴാക്കിയതും വിനീഷ്യസിന്റെ ഗോളും സിറ്റിയുടെ വഴിമുടക്കി. ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ ബയൺ മൂണിക്കായിരിക്കും റയലിന്റെ എതിരാളികൾ. സിറ്റിയാകട്ടെ തുടർച്ചയായ രണ്ടാമത്തെ വർഷവും സെമി കാണാതെ പുറത്താകുകയാണ്. അല്ലെങ്കിലും ചാമ്പ്യൻസ് ലീഗിന്റെ കളിമുറ്റത്ത് റയലിന്റെ കളിശൈലി മറ്റൊന്നാണ്. എന്തോ അവരുടെ DNA-യിൽ ലയിച്ചതുപോലെ. അർബലാവുള്ള ആഹ്ലാദങ്ങൾക്ക് ഇന്ന് അതിരുകളില്ല. കാരണം താങ്ങാവുന്നതിനും അപ്പുറം ടീമിന്റെ ചുമതല ഏറ്റെടുത്ത ആദ്യ നാളുകളിൽ തന്നെ അയാൾ സഹിച്ചിരുന്നു. ഇത് അയാൾക്ക് ദൈവം കനിഞ്ഞു നൽകിയതാണ്.